ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ അഗെയിൻ. ഇന്ന് നമ്മൾ കുറച്ച് ഹോർമോൺസിനെ കുറിച്ചാട്ടോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ സെഷനിൽ. ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ അൺഹാപ്പി ഹോർമോൺസ് എന്നുള്ളതാണ്. അതായത് വളരെ സങ്കടകരമായിട്ടുള്ള ഹോർമോൺസ് എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, അൺഹാപ്പിനെസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഹോർമോൺസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും, ഹാപ്പി ഹോർമോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അൺഹാപ്പി ഹോർമോൺസ് നിങ്ങൾ അധികം അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ എന്താ സംഭവം എന്ന് അറിയോ? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ രണ്ടിനെ കുറിച്ചുമാണ്. അതായത് ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചുമാണ്, അൺഹാപ്പി ഹോർമോൺസിനെ കുറിച്ചുമാണ്. ഹാപ്പി ഹോർമോൺസ് ഏതൊക്കെയാണോ അത് തന്നെയാണ് അൺഹാപ്പി ഹോർമോൺസും. കാരണം എന്താ, ഹാപ്പി ഹോർമോൺസിന് പ്രോബ്ലംസ് അതിൻ്റെ ലെവൽസിൽ എന്താണ് അതിൻ്റെ ബാലൻസിൽ ഇഷ്യൂസ് വരുന്ന സമയത്താണല്ലോ, അത് കുറേയും കൂടെയൊക്കെ ചെയ്യുന്ന സമയത്താണല്ലോ നമുക്ക് ഹാപ്പിനെസ്സും അൺഹാപ്പിനെസ്സും ഉണ്ടാവുന്നത്. സോ അവരെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അൺഹാപ്പി ഹോർമോൺസ് എന്ന് വിളിക്കാം. സോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഹാപ്പി അൺഹാപ്പി ഹോർമോൺസ് ദാറ്റ് കൺട്രോൾസ് about or controls how happy we feels, how satisfied we feels, okay, or how much love we feel എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഹോർമോൺസ് എന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. കുറേ ഉണ്ട്, പക്ഷെ അതിൽ രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട ഹോർമോൺസിനെയും ആ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസിനെയുമാണ് ഈ സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. സെറോട്ടോണിൻ ആണ് ഒന്നാമത്തെ ഹാപ്പി അല്ലെങ്കിൽ അൺഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് നമ്മൾ ദ മൂഡ് സ്റ്റെബിലൈസർ എന്ന് വിളിക്കും. സ്റ്റെബിലൈസർ എന്തിനാ? അതായത് നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ സമയം ലൈക്ക് റെഫ്രിജറേറ്ററിലൊക്കെ നമ്മൾ സ്റ്റെബിലൈസർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഇൻബിൽട്ട് ആയിട്ട് ഇൻവെർട്ടറൊക്കെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, ലൈക്ക് സ്റ്റെബിലൈസർ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. ബട്ട് മുന്നേയൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂഷ്വലായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറണ്ട് ട്രാൻസ്മിഷനെ ഒന്ന് സെറ്റായി വരാൻ, വോൾട്ടേജ് കൂടുകയും കുറയുന്ന സമയത്ത് റെഫ്രിജറേറ്ററിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, മൂഡ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മൂഡിന് ഏറ്റക്കുറച്ചിലുകളുള്ള സമയത്ത് അതിൻ്റെ യാദസ്ഥികമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എന്ത് സെറോട്ടോണിൻ ചെയ്യുന്നത്. സെറോട്ടോണിൻ ഈസ് ദ മൂഡ് സ്റ്റെബിലൈസർ ഹോർമോൺ. ഓക്കെ, അപ്പോൾ എന്താണ് സെറോട്ടോണിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, സെറോട്ടോണിൻ ഹെൽപ്സ് ടു പ്രൊമോട്ട് ഫീലിങ്സ് ഓഫ് വെൽബീയിങ്, ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ്, ഹാപ്പിനെസ് ഫീലിംഗ്, അതുപോലെ തന്നെ ഓവറോൾ വെൽബീയിങ് ഫീലിംഗ്, ഇത് മൂന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത്, സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെറോട്ടോണിൻ എന്ത് ചെയ്യുന്നു, വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഹാപ്പിനെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, സാറ്റിസ്ഫാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദി ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് റെസിലിയൻസ്. അതായത് ഒരു വ്യക്തി എത്രത്തോളം ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതിലേക്ക് സെറോട്ടോണിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റെസിലിയൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനോട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സാണ് അല്ലെങ്കിൽ എബിലിറ്റിയാണ് റെസിലിയൻസ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റെസിലിയൻസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സെറോട്ടോണിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. സെറോട്ടോണിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ ഒന്നാണ് വെൽബീയിങ്, ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ പ്രൊമോട്ട് ചെയ്യുക. രണ്ടാമത്തതാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ റെസിലിയൻസും നിലനിർത്തുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെയോ സെറോട്ടോണിൻ അത് മാത്രമല്ല കേട്ടോ, ഇറ്റ് ഇൻവോൾവ്സ് ഇൻ ദ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, ഹെൽപ്പിംഗ് ടു ഇൻഡ്യൂസ് ആൻഡ് മെയിൻറ്റെയിൻ സ്ലീപ്പ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത്, സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെറോട്ടോണിൻ helps us in the sleep wake cycle, helping to induce and maintain sleep. അതായത് നിങ്ങൾക്ക് ഉറക്കം തൂങ്ങാനും അല്ലെങ്കിൽ ഉറക്കം തോന്നാനും ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെറോട്ടോണിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയോ സെറോട്ടോണിൻ ഹെൽപ്സ് ടു കൺട്രോൾ അപ്പറ്റൈറ്റ് ആൻഡ് ഫീലിംഗ് ഓഫ് ഫുൾനെസ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ളായി നിർത്താം എന്നുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ എനിക്ക് വിശക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെറോട്ടോണിൻ
ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കലി അല്ലെങ്കിൽ ബ്രെയിൻ ഏരിയാസ് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? നമ്മളെ ലാറ്ററൽ ഹൈപ്പോതലാമസും വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസുമാണ് അല്ലേ, അപ്പറ്റൈറ്റിൻ്റെ ബേസിൽ. അപ്പോൾ അതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സെറോട്ടോണിൻ നമ്മളുടെ അപ്പറ്റൈറ്റിനെയും ഫീലിംഗ് ഓഫ് ഫുൾനെസ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് സെറോട്ടോണിൻ്റെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതോ, സെറോട്ടോണിൻ ക്യാൻ മോഡുലേറ്റ് പെയിൻ സിഗ്നൽസ്. പെയിൻ സിഗ്നൽസിന് അത് ഭയങ്കരമായിട്ടുള്ള പെയിൻ ആയിരിക്കാം, ചെറിയ പെയിൻ ആയിരിക്കാം. അപ്പോൾ ഈ പെയിനിൻ്റെ സിഗ്നൽസിനെ മോഡുലേറ്റ് ചെയ്യുക, അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ സെറോട്ടോണിൻ്റെ അളവിന് നമ്മളെ ബോഡിയിലെ സെറോട്ടോണിൻ ലെവൽസിന് പറ്റും. ആക്ടിങ് ആസ് എ നാച്ചുറൽ പെയിൻ റിലീവർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൂവൊക്കെ വാരി തേക്കാറുണ്ട് പെയിൻ വന്നു കഴിഞ്ഞാൽ അല്ലേ. അതുപോലെ തന്നെ ചിലപ്പം പാരസിറ്റമോളോ മോർഫിനോ വാട്ട് എവർ ദാറ്റ് ഇസ് പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കും, ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കും. ബട്ട് അതുപോലെ തന്നെ നമ്മളെ നാച്ചുറലി പെയിൻ റിലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത്? സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. സോ ഇറ്റ് ഹെൽപ്സ് ടു മോഡുലേറ്റ് പെയിൻ സിഗ്നൽസ് ആക്ടിങ് ആസ് എ നാച്ചുറൽ പെയിൻ റിലീവർ. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഫംഗ്ഷൻ എന്താണ്? സെറോട്ടോണിൻ ഹെൽപ്സ് ടു റെഗുലേറ്റ് ബ്ലഡ് ക്ലോട്ടിംഗ് ബൈ പ്രൊമോട്ടിംഗ് പ്ലേറ്റ്ലെറ്റ് അഗ്രഷൻ എന്നുള്ളതാണ്. നെറ്റ് എക്സാമിന് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നില്ല. ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെയാണ്, സ്ലീപ്പ് വേക്ക് സൈക്കിളൊക്കെ ആൻഡ് ഓൾസോ ലൈക്ക് പെയിൻ ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇതൊരു കുറച്ചുകൂടെ ഒരു ബയോളജിക്കൽ ആയതുകൊണ്ട് അത്ര അങ്ങ് ചോദ്യമൊന്നും വരാൻ സാധ്യതയില്ല. ബട്ട് സ്റ്റിൽ പറയാം. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിങ്, പ്രൊമോട്ടിങ് പ്ലേറ്റ്ലെറ്റ് അഗ്രഷൻ ഒക്കെ മാനേജ് ചെയ്യുന്നതിലും സെറോട്ടോണിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നമ്മൾ ഇതുവരെ കേട്ടതുപോലെ സെറോട്ടോണിൻ അത്ര സിമ്പിൾ അല്ല, അല്ലെങ്കിൽ സെറോട്ടോണിന് നമ്മൾ ഇതുവരെ ഒരുപാട് അങ്ങ് കേൾക്കാത്ത പല ഫങ്ഷൻസും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇത്രയാണ് സെറോട്ടോണിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഹാപ്പി അൺഹാപ്പി ഹോർമോണായിട്ടുള്ള ഡോപ്പമൈനെ പരിചയപ്പെടാം. ഓക്കെ, ഡോപ്പമൈനെ നമ്മൾ റിവാർഡ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. സെറോട്ടോണിനെ നമ്മൾ മൂഡ് സ്റ്റെബിലൈസർ എന്നല്ല വിളിച്ചത്. ഇവിടെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ദ റിവാർഡ് സിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അപ്രിഷിയേഷൻസ് കിട്ടുന്ന സമയത്ത്, റിവാർഡുകൾ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡോപ്പമൈന് കൂടുതൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്, എലവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോപ്പമൈൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഡോപ്പമൈനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റിവാർഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് കൂടെ വിളിക്കാറുണ്ട്, റെഫർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, serotonin is a neurotransmitter that is associated with mood stabilizing, while dopamine is a neurotransmitter that is associated with the reward system എന്നുള്ളതാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ റെസ്പോൺസ് ടു ദ റിവാർഡിങ് സ്റ്റിമുലൈ എന്നുള്ളതാണ്. നമുക്ക് റിവാർഡിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് കോൺസിക്വൻസുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിമുലൈനോടുള്ള റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ഡോപ്പമൈൻ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഒരാളൊരു സമ്മാനം നൽകുന്ന സമയത്ത്, എടാ നീ ചെയ്തത് സൂപ്പറാ എന്ന് പറയുന്ന സമയത്ത്, ആ സാറേ ക്ലാസ്സൊക്കെ അടിപൊളിയാ എന്ന് പറയുന്ന സമയത്തൊക്കെ അതിൻ്റെ റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിവാർഡിങ് എക്സ്പീരിയൻസ് ആണുള്ളതൊക്കെ, അപ്രിഷിയേഷനൊക്കെ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട്, റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ലെവൽ അനക്കമെങ്കിലും നമ്മളെ ഡോപ്പമൈനിൽ ഉണ്ടാവുന്നുണ്ട്, എലവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ് റീഇൻഫോഴ്സസ് ബിഹേവിയേഴ്സ് അസോസിയേറ്റഡ് വിത്ത് പ്ലഷർ ആൻഡ് റിവാർഡ്. പ്ലഷർ, റിവാർഡ്, ഈ രണ്ട് അല്ലെങ്കിൽ രണ്ട് ഫീലിങ്സുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബിഹേവിയേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സിനൊക്കെ ഡോപ്പമൈൻ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മോട്ടിവേറ്റിംഗ് ഇൻഡിവിജ്വൽസ് ടു റിപ്പീറ്റ് ആക്ഷൻസ് ദാറ്റ് ലീഡ്സ് ടു പോസിറ്റീവ് ഔട്ട്കംസ്. പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് ലീഡ് ചെയ്യുന്ന ആക്ഷൻസ് നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുന്നതും ആരാണ്? ഡോപ്പമൈൻ ലെവൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം കുറഞ്ഞു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ശോകമൂകമായ അവസ്ഥയായിരിക്കും. അതായത് ഈ പറയപ്പെടുന്ന എല്ലാ ഹോർമോൺസും, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഹോർമോൺസിൻ്റെ കുറവുകളും അതിൻ്റെ ഫങ്ഷൻസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ റിവാർഡിങ് സ്റ്റിമുലൈ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റിയും എന്ത് ചെയ്യില്ല? റിപ്പീറ്റ് ചെയ്യില്ല. എന്തിനല്ലോ വേണ്ടി ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. യു നോ ദാറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഈ ഡോപ്പമൈൻ, സെറോട്ടോണിനൊക്കെ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ആ ഒരു ആസ്പെക്റ്റിലേക്ക് ഞാൻ അധികം പോകുന്നില്ല, ഡിസോർഡർ രീതിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ബേസിക് ഫങ്ഷൻസ് മാത്രം പറഞ്ഞു പോവാം. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഇസ് എൻ എൻറ്റയർലി വൈഡ് ആസ്പെക്ട് ദാറ്റ് വി ക്യാൻ ഡിസ്കസ് സം അതർ ടൈംസ് ലേറ്റർ. ഓക്കെ, സോ അപ്പോൾ ഈ ഡോപ്പമൈൻ റിപ്പീറ്റേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അഡിക്ഷനുമായിട്ട് ഇത് അസോസിയേറ്റഡ് അല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും അഡിക്ഷനുമായിട്ട് ഡോപ്പമൈൻ അസോസിയേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മദ്യപിക്കുന്നത് കൊണ്ട്, പുകവലിക്കുന്നത് കൊണ്ട്, ഡ്രഗുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് റിവാർഡിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ഈ ഡോപ്പമൈൻ ചങ്ങായിക്ക് പറ്റും എന്നുള്ളതാണ്. ഡോപ്പമൈൻ ന്യൂറോ ട്രാൻസ്മിറ്ററിന് പറ്റും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഡോപ്പമൈൻ. ആൻഡ് ഓൾസോ
മോട്ടിവേഷൻ ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയറിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബിഹേവിയറിൽ ഡോപ്പമിൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഡ്രൈവ് ടു പെർസ്യൂ ഗോൾസ്. ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഡിറ്റർമൈൻഡ്. നിങ്ങൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. കാരണം യു വോണ്ട് ടു അച്ചീവ് ദ ഗോൾ. യു ആർ ഡൂയിങ് എ ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയർ ഓഫ് വാച്ചിങ് എ വീഡിയോ ക്ലാസ് ബിക്കോസ് യു വോണ്ട് ടു അച്ചീവ് ദി ഗോൾ ഓഫ് UGC നെറ്റ് ഓർ JRF. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ ഡോപ്പമിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഡിറ്റർമൈൻഡ്. ഭയങ്കര ഡിറ്റർമിനേഷനിൽ നിൽക്കാൻ, ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോപ്പമിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇൻ ഫേസ് ഓഫ് ചാലഞ്ചസ്, പ്രത്യേകിച്ച് നമ്മൾ ചാലഞ്ചുകളിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവേഷൻ കുറച്ച് കൂടുമെന്ന് കൂടെ റിസർച്ചുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് റെഗുലേഷൻ ഓഫ് മൂഡ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും സെറോട്ടോണിൻ ഇതല്ലേ ചെയ്യുന്നുള്ളത്. ശരിയാണ്, സെറോട്ടോണിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അതൊക്കെ പരസ്പരം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ റെഗുലേഷൻ ഓഫ് മൂഡ് ആൻഡ് ഇമോഷണൽ റെസ്പോൺസുകളെ നമ്മൾ എങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡോപ്പമിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇംബാലൻസസ് ഇൻ ഡോപ്പമിൻ ലെവൽസ് ഹാവ് ബീൻ ലിങ്ക്ഡ് ടു മൂഡ് ഡിസോർഡേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിപ്രഷൻ പോലുള്ള ബൈപോളർ ഡിസോർഡർ പോലുള്ള അവസ്ഥകളിലേക്ക് ഡോപ്പമിൻ ഇംബാലൻസുകൾ ലീഡ് ചെയ്യുമെന്നുള്ളത്. സോ ടു മച്ച് അല്ലെങ്കിൽ ടു ലിറ്റിൽ, കൂടാനും പാടില്ല കുറയാനും പാടില്ല, മൂഡ് ഡിസ്റ്റർബൻസിലേക്ക് അത് ലീഡ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഓൺ എ ഒപ്റ്റിമൽ ബാലൻസ്ഡ് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഡോപ്പമിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ആൻഡ് മെമ്മറിയിലാണ് ഡോപ്പമിൻ അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. സോ ഡോപ്പമിൻ ഇൻവോൾവ് ഇൻ വേരിയസ് ആസ്പെക്ട് ഓഫ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇൻക്ലൂഡിംഗ് ലേണിംഗ് ആൻഡ് മെമ്മറി. അതായത് എങ്ങനെയാണ് എൻകോഡിംഗ് ഓഫ് ഇൻഫർമേഷനെ, നമ്മൾ പുതിയ ഇൻഫർമേഷൻസിനെ നമ്മൾ മെമ്മറി എൻകോഡിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ അല്ലേ, മെമ്മറിയുടെ 3 സ്റ്റേജുകൾ, എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രൈവൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ആ എൻകോഡിങ്ങിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, ഡോപ്പമിൻ ഉണ്ട്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ സം സോർട്ട് ഓഫ് റിവാർഡിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, ബിക്കോസ് പോസിറ്റീവ് ഔട്ട്കംസ് ഉള്ള കാര്യങ്ങളാണ്, റിവാർഡിംഗ് ആയിട്ടുള്ള പിന്നെ ബിഹേവിയേഴ്സ് ആണ് എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ ലേണിംഗ് ആൻഡ് മെമ്മറിയിൽ കൂടെ ഡോപ്പമിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇനി അടുത്ത ആളാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത അൺഹാപ്പി അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനെ നമ്മൾ വിളിക്കുന്നത് ദ ലവ് ഹോർമോൺ എന്നാണ് കേട്ടോ. ഓക്കെ, ലവ് ഹോർമോൺ എന്നാണ് ഓക്സിറ്റോസിനെ നമ്മൾ വിളിക്കുക. എന്തുകൊണ്ടാണ് അറിയോ, ഇദ്ദേഹത്തിൻ്റെ ആക്ടിവേഷൻ നമ്മൾ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. സോഷ്യൽ ബോണ്ടിങ് ആണ് ഒന്നാമത്തത്, മറ്റുള്ള ആളുകളുമായിട്ട് നിങ്ങൾ സ്നേഹപ്രകടനം നടത്തുക, അവരുമായിട്ട് ഇൻട്രാക്ഷൻസിൽ ഉണ്ടാവുക, അതൊക്കെയാണ് ഓക്സിറ്റോസിൻ്റെ റിലീസിലേക്ക് എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്സിറ്റോസിൻ ബെസ്റ്റ് റോൾ ഇൻ പ്രൊമോട്ടിങ് സോഷ്യൽ ബോണ്ടിങ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്. ആളുകളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങളെ ഫീൽ ചെയ്യുന്നതിൽ പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുന്നതിൽ ഓക്സിറ്റോസിൻ എന്ത് ചെയ്യുന്നു, പ്രധാന പങ്ക് വഹിക്കുന്നു. ഇറ്റ് ഈസ് റിലീസ് ഇൻ റെസ്പോൺസ് ടു സോഷ്യൽ ഇൻട്രാക്ഷൻസ്. ഞാൻ പറഞ്ഞു, സച്ച് ആസ് ഹഗ്ഗിങ്, കഡ്ലിങ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഫിസിക്കൽ അഫെക്ഷൻ. ഫിസിക്കൽ അഫെക്ഷൻ അത് ഹഗ്ഗിങ് ആവാം, കഡ്ലിങ് ആവാം, വാട്ട് എവർ ദാറ്റ് ഈസ്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. എലിവേറ്റഡ് ലെവൽസ് ഓഫ് ഓക്സിറ്റോസിൻ കോൺട്രിബ്യൂട്ട് ടു ഫീലിംഗ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ഇമോഷണൽ ക്ലോസ്നെസ്. എങ്ങനെയാണ് ഇദ്ദേഹം നമ്മളെ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഹഗ്ഗിങ് ആവട്ടെ, കട്ട്ലിംഗ് ആവട്ടെ, സെക്ഷൽ ഇൻട്രാക്ഷൻ ആവട്ടെ, സോ വാട്ട് എവർ ദാറ്റ് ഈസ്, അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പിന്നെ ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഓക്സിറ്റോസിൻ ലെവലിൻ്റെ എലിവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യും, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൽ ഓക്സിറ്റോസിന് ഹെൽപ്പ് ചെയ്യും, ഇമോഷണൽ ക്ലോസ്നെസ് ഫീൽ ചെയ്യുന്നതിലേക്ക് ഓക്സിറ്റോസിന് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ ആണ് രണ്ടാമത്തത്. ഓക്സിറ്റോസിൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് റെഡ്യൂസിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ സ്ട്രെസ് കുറയ്ക്കാൻ ഇത് പറ്റും. സ്ട്രെസ് ഹോർമോൺസിനെ കൗണ്ടറാക്ട് ചെയ്യാൻ, സ്ട്രെസ് ഹോർമോൺസിനോട് എന്ത് ചെയ്യാൻ, റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഓക്സിറ്റോസിന് പറ്റും. സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ ആവട്ടെ, വാട്ട് എവർ ദാറ്റ് ഈസ്, അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ, അതിനോട് കൗണ്ടർ റിയാക്ട് ചെയ്തുകൊണ്ട്, അതിനോട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഫീലിംഗ് ഓഫ് ഗുഡ്നെസ് അല്ലെങ്കിൽ സ്ട്രെസ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെ ലീഡ് ചെയ്യാൻ നമ്മുടെ ഓക്സിറ്റോസിൻ ലെവൽസിന് പറ്റും. സോ പ്രൊമോട്ട് ദ സെൻസ് ഓഫ് കാം ആൻഡ് റിലാക്സേഷൻ. റിലാക്സ്ഡ് ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമ്മളെ ഓക്സിറ്റോസിൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ സെക്ഷൽ ഫംഗ്ഷൻ ആണ് അടുത്തത്. സെക്ഷൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഓക്സിറ്റോസിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ആക്ടിവിറ്റിയിലും റീപ്രൊഡക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സെക്ഷൽ ഇന്റർകോഴ്സിലാവുമ്പോൾ അല്ലെങ്കിൽ ഓർഗാസം എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓക്സിറ്റോസിന്റെ ഹൈ എലവേഷൻ ലെവൽസ് നമുക്ക് ഫീൽ ചെയ്യും. ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ സെക്ഷൽ അറോസൽ ആൻഡ് ഓർഗാസം ആൻഡ് റിലീസ് ഇൻ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഡ്യൂറിങ് ഇന്റിമേറ്റ് ഇന്ററാക്ഷൻസ് എന്നുള്ളതാണ്. ആ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്താവട്ടെ, ആ ഒരു ഇന്റിമേറ്റ് ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, ഓക്സിറ്റോസിൻ നല്ല രീതിയിൽ റിലീസ്
റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയർ ആൻഡ് പാർട്ട്ണർ പ്രിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഒരു ഓക്സിറ്റോസിൻ്റെ ഫംഗ്ഷൻ. പിന്നെ ട്രസ്റ്റ് ആൻഡ് എമ്പതി ഓൾറെഡി പറഞ്ഞു, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഓക്സിറ്റോസിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. സോ റിസർച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് ഓക്സിറ്റോസിൻ അസോസിയേറ്റഡ് വിത്ത് ഗ്രേറ്റർ ട്രസ്റ്റ് ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ. ആളുകളുമായിട്ടുള്ള നമ്മളെ ഇൻട്രാക്ഷനിൽ ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റ് നമുക്ക് തരും. എന്ത്? ഈ ഓക്സിറ്റോസിൻ ലെവൽ നമ്മളുടെ ബോഡിയിൽ കൂടുതലാണെങ്കിൽ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രധാനമായിട്ടും നമുക്ക് ഇത്രയാണ് ഈ 3 ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചാണ് പറയാനുള്ളത്. വേറെയും ഉണ്ട്, പിന്നെ എൻഡോർഫിനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ലെവൽസ് ബേസിക്കായിട്ട് കൂട്ടാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഒരു ഇമേജ് ആണ്. സോ അപ്പോൾ ഡോപ്പമീൻ ആണെങ്കിൽ റിവാർഡ് മോട്ടിവേഷൻ കെമിക്കലാണ്. മ്യൂസിക് കേൾക്കുക, ലൈക്ക് ബോഡി മൂവ്മെൻറ്റ്, എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുക, പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഡോപ്പമൈൻ കിട്ടും. ഓക്സിറ്റോസിൻ ആണെങ്കിൽ ഫാമിലി ആയിട്ട് ഡിന്നർ കഴിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുമിച്ച് കൂടുക, ഹഗ് ചെയ്യുക, ഡാൻസ് ചെയ്യുക. നിങ്ങൾ സ്വന്തം ഡാൻസ് ചെയ്താൽ പോരാ, ആരെങ്കിലും ഒരാളെ കൂടെ ഡാൻസ് ചെയ്യണം. പിന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ കോംപ്ലിമെൻറ്റ് കൊടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഓക്സിറ്റോസിൻ കൂട്ടാം. സെറോട്ടോണിൻ ആണെങ്കിൽ യോഗ ചെയ്യാം, നാച്ചുറലായിട്ട് പ്രകൃതിയായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാം. പിന്നെ സൂര്യ നമസ്കാരമോ വാട്ടെവർ സണ്ണുമായിട്ട് ഇൻട്രാക്ഷൻസ് നടത്താം. പിന്നെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാം, റിവാർഡിങ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. ഇതൊക്കെ എന്താണ്? സെറോട്ടോണിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ ഒരു പെയിൻ കില്ലർ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബോഡി മൂവ്മെൻറ്റ്, ലോഫ് ചെയ്യുക, ക്രിയേറ്റീവ് ആവുക, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടി ആയിരിക്കില്ല പല ആൾക്കാർക്കും. അപ്പോൾ അധികം കഴിക്കണ്ട, ഒരു പരിധി വരെ കഴിച്ചാൽ നിങ്ങൾക്ക് എൻഡോർഫിൻ അത്യാവശ്യം കൂടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ഹാപ്പി ഹോർമോൺസ് ആൻഡ് ഹൗ ടു കീപ് ഓർ മെയിൻറ്റെയിൻ ദ ലെവൽസ് ബാലൻസ്ഡ്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത സെഷനിൽ കാണാം. എല്ലാവരും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇനിയും എടുക്കുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്താം. അപ്പം അതുവരേക്കും ഗുഡ് ബൈ.